റുവാണ്ടയിൽ വന്നിട്ട് ഇപ്പോൾ 4 മാസത്തോളായി. ഉള്ള ജോലി കളഞ്ഞു വന്നുകൊണ്ടുള്ളൊരു സങ്കടം എപ്പോഴും ഉണ്ടെങ്കിലും വെറുതെ ഇരുന്ന് TV കാണുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. ഒരാളുടെ ഇൻകം കൊണ്ട് മാത്രം കഴിഞ്ഞു പോകാൻ പറ്റാത്ത ഈ കാലത്ത്, പോരാത്തതിന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്ന ഈ കാലത്ത് റുവാണ്ടയിൽ ഒരു ജോലി കിട്ടാത്തതിൻ്റെ വിഷമം അതെനിക്ക് വേറെയുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് കൺഫ്യൂഷനിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എന്നാലും ബിഗ് ബോസ് കണ്ട് ചില്ലടിച്ചിരിക്കാന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. ഇത് കണ്ടിരുന്ന സമയം പോകുന്നത് അറിയില്ല. അപ്പോഴാണ് ചിക്കൻ ഫ്രിഡ്ജിലുള്ള കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ ചിക്കൻ കറി വെച്ചേക്കാന്ന് വിചാരിച്ചു. ഇതും കാണാം, ചിക്കനും വെക്കാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് നോക്കാം. നിങ്ങളും അതുപോലെ നോക്കൂ, ടേസ്റ്റ് ഉണ്ടോന്ന്. ഞാൻ 3 പേർക്ക് വേണ്ടിയിട്ടാണ് കറി വെക്കുന്നത്. 6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 2 തക്കാളിയും 4 പച്ചമുളകും, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. തക്കാളി കുറച്ച് വലുപ്പമുള്ളതാണ്, ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളതാണ്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലൊന്നും ഇവിടെ അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു മലയാളി ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴാണ് പറിക്കാറ്. കുറേ ദിവസത്തേക്കുള്ളത് പറിച്ചു വെക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇതുപോലെ വാടിപ്പോയിട്ടുണ്ടാവും. കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ വീണ്ടും ബിഗ് ബോസിൻ്റെ മുന്നിലേക്ക് പോവാണ്. അതാവുമ്പം 2 കാര്യങ്ങളും നടക്കുമല്ലോ, അരിയലും നടക്കും, ബിഗ് ബോസ് കാണലും നടക്കും. അങ്ങനെ നമ്മുടെ അരിയൽ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കാം. ചിക്കൻ കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ വേറൊരാൾ കഴുകി എനിക്ക് അത്ര തൃപ്തിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ കഴുകുന്നത്. കുക്കിങ്ങിൽ അത്ര പാഷനേറ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ഞാനത് ആസ്വദിച്ച് ചെയ്യാറുണ്ട്. ചിക്കനിൽ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പെട്ടെന്ന് പിടിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമുക്ക് എന്തൊക്കെ മസാലകളാണ് ചേർക്കുക നോക്കിയാൽ എൻ്റെ അളവ് ഇങ്ങനെയാണ്: 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി വാട്ടുമ്പോൾ വീണ്ടും മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് മതി. പിന്നെ ഉപ്പ്, അതും 2 സ്പൂൺ മതി, 2 ടീസ്പൂൺ മതി. അതും ഉള്ളി വാട്ടുമ്പോൾ നമ്മൾ ഉപ്പിടുന്നതുകൊണ്ടാണ് ഇതിൽ കുറച്ചിടുന്നത്. ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. മുളക് പൊടി ഞാൻ 3 ടീസ്പൂണാണ് ഇടുന്നത്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അധികം വേണ്ട, അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി 5 ടീസ്പൂൺ ഇടുന്നത്, കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഗരം മസാല 1 സ്പൂൺ ഇടുന്നുണ്ട്. അത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഗരം മസാലയാണ്, വാങ്ങിയതല്ല. പിന്നെ ഒരു 2 വലിയ സ്പൂൺ തൈരും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി സ്പൂൺ വെച്ച് ആക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ആ ടൈമിൽ നമുക്ക് നമ്മളിലുള്ള ഒരു അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. പേസ്റ്റ് ആക്കേണ്ടവർക്ക് പേസ്റ്റ് ആക്കാം, അല്ലാണ്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഉള്ളി ഇട്ട് വാട്ടിയെടുക്കാം. അതിൽ ഉപ്പിടുന്നത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഉള്ളി വാടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ എടുത്തിടാം.
ഈ മസാല ഇട്ട് വെച്ച പാത്രത്തിൽ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കുലുക്കി 2 പ്രാവശ്യമായിട്ട് ഒഴിക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഒരു 2 to 3 minutes കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം എല്ലാം സെറ്റാണ്. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഞാൻ ഇപ്പം ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 2 പ്രാവശ്യമായിട്ട് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. തിളച്ച് വാങ്ങി വെക്കാൻ നേരം കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ കപ്പയാണ്. കപ്പേൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.